നിവിൻ പോളിക്കെതിരെ ഒരു പരാതി നൽകി, പീഡന പരാതി നൽകിയ യുവതിയാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്തോ ചീഞ്ഞു നാർന്നില്ല സർ? ആ നാറുന്നുണ്ട്. ഫ്ലോറ ക്രീക്ക്. അത് ദുബായിൽ എവിടെയാണ്? അത് ദുബായിലാണ്. ദുബായ് അതിന്റെ കറക്റ്റ് അഡ്രസ് എനിക്ക് അറിയില്ല. ശേഷം താങ്കളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? അവിടെ ഒരു ബെഡ്റൂം ക്യാമറ വെച്ചു. സ്പൈ ക്യാമറ ഒരെണ്ണം വെച്ചിരുന്നു. അതായത് ഇവരെന്തൊക്കെ ചെയ്യുന്നു, അപ്പൊ ഞാൻ കേസ് കൊടുക്കും, കംപ്ലൈന്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലല്ല, ഹസ്ബൻഡും മോനും മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ഇവർ അതിക്രമിച്ച് കയറിയോ? അതായത് പുള്ളി പുറത്തു പോയ സമയം, പുള്ളി ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഈ പുള്ളി പുറത്തു പോയ സമയം ഇവര് വന്ന് ക്യാമറ വെച്ചിട്ട് പോകുകയായിരുന്നു. അങ്ങനെ അതായത് അവര് പുറത്തൂടെ വെക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി. അല്ല, പുറത്ത് CCTV വെച്ച് കഴിഞ്ഞാലും അതിന്റെ റിസീവറും റെക്കോർഡും എവിടെ വെച്ചു? അതിന്റെ മെഷീൻ ഇവർ റിമോട്ടിലായിട്ട് കണക്ട് ചെയ്തോ? പക്ഷെ എങ്കിലും ആ സാധനം കാണുമ്പോൾ അറിയാലോ, ക്യാമറ പുറത്തുകൂടിയാണ് എടുത്തിരിക്കുന്നെങ്കിൽ ഒരു പവർ സപ്ലൈ വേണം. ഹസ്ബൻഡ് ആ ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ? വീട്ടിൽ വെച്ച CCTV കണ്ടെത്തിയോ? വീട്ടിൽ വെച്ച CCTV കണ്ടില്ല. പിന്നെ ഇവര് വന്ന് അത് റിമൂവ് ചെയ്ത് പോയെന്നാണ് എന്റെ വിശ്വാസം. കാരണം അവിടെ പല ഇതും നമുക്ക് പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്നും വീട്ടിലിരിക്കുന്നവരല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടോ പോയപ്പോൾ അത് അവര് എടുത്തിട്ട് പോയി. ഞങ്ങൾ എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. കേസ് കൊടുത്തതിന് ശേഷം വാതിൽ തുറക്കാതെ ഒരാൾക്ക് പുറത്തുനിന്ന് വന്ന് CCTVയോ മറ്റു ക്യാമറയോ അവിടെ വെക്കാൻ പറ്റുമോ? അതായത് ഇവർക്ക് അറിയാം എന്റെ വീടിന്റെ ചാവി എവിടെ ഇരിക്കണമെന്ന്. കാരണം ഈ ഹസ്ബൻഡ് താക്കോല് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നില്ല, വീടിന്റെ ഒരു സൈഡിൽ വെക്കുകയാണ്. അതെങ്ങനെയാണ് ഇവർക്ക് അറിയാൻ കഴിയുക? താങ്കൾക്ക് ഇവരെ നേരത്തെ പരിചയമില്ലല്ലോ. ഞങ്ങളുടെ ഫോണിൽ എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയക്കുകയും അതുവഴി ഹാക്ക് ചെയ്യുകയും ഞങ്ങൾ എന്താണ് പറയണേ, എന്താണ് സംസാരിക്കുന്നത് എന്ന് ഇവർക്ക് അത് കേൾക്കാൻ പറ്റുകയും. മെസ്സേജ് അയച്ച് ഹാക്ക് ചെയ്തോ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അല്ലേ, അതെന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. അപ്പോൾ താങ്കൾക്ക് ഈ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയത്? ആരാണ് തന്നത് ടിക്കറ്റ് നാട്ടിലോട്ട് പോകാൻ? അതായത് മേക്ക് മൈ ട്രിപ്പ് വഴി എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫോണിൽ സെൻഡ് ചെയ്ത് വരെ ചെയ്യാൻ. ആ ഫോൺ പക്ഷേ നിവിൻ പോളിയുടെ കയ്യിലല്ലേ? കാരണം അത് എന്റെ 2 ഫോൺ ഉണ്ടായിരുന്നു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. യൂസ് ചെയ്ത നാട്ടിലെ സിമ്മിട്ട ഒരു ഫോണും, അതായത് ദുബായിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണുമായിരുന്നു എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഫോട്ടോ എടുക്കുന്ന സമയം കൊണ്ട് ഹസ്ബൻഡിനെ വിളിക്കാമായിരുന്നില്ലേ താങ്കൾക്ക്? ഇതിനകത്തെ ഒരു ത്രില്ലില്ല. എന്നാ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഈ ഇരുന്ന സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാതെ താങ്കളെ ഉപദ്രവിക്കുന്ന സമയത്ത് താങ്കൾ നിവിൻ പോളിക്ക് മെസ്സേജ് അയച്ചോ? ചുരുക്കം ആ മലയാളികൾക്കെല്ലാം നിവിൻ പോളി അറിയാമല്ലോ. ആ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം അവിടെ ഉണ്ടാവണം ആ ഡിസംബർ മാസത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പീഡനം നടന്ന ദിവസം താങ്കൾ പറയുന്നത് ഡിസംബർ 14, 15, 16 ഞങ്ങളതിൽ നിവിൻ പോളിയെ കൂടി ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. മുഴുവൻ കളവാണ് സർ. കുഴപ്പമായി തോന്നുന്നത്. അപ്പം ഇങ്ങനെ ഒരു ന്യൂസ് ഇങ്ങനെ കണ്ടു, മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത്. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് എല്ലാവരും കാണണമെന്ന് പറഞ്ഞത്. ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും. ധൈര്യമുണ്ടാവുന്നതിന് കാരണം 2: 1 ഭ്രാന്തായതുകൊണ്ട്, 2 ആദർശം കൊണ്ട്. ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ആരില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും. ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ.